ഹലോ നമസ്കാരം. മുമ്പ് ഡൽഹി ക്യാപിറ്റൽസിനെതിരായിട്ടുള്ള മത്സരത്തിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഒരു വിവാദ തേർഡ് അമ്പയറിന്റെ ഡിസിഷനിൽ ഔട്ടായത് ഓർമ്മയില്ലേ? അമ്പയർ തിരക്കിട്ടെടുത്തൊരു തീരുമാനമായിരുന്നു അത്. എന്നാൽ ഇന്നിതാ വീണ്ടും രാജസ്ഥാൻ റോയൽസിനെതിരെ തന്നെ വിവാദ അമ്പയറുടെ ഒരു വിധി വന്നിരിക്കുന്നു. RCBക്കെതിരായിട്ടുള്ള എലിമിനേറ്റർ പോരാട്ടത്തിൽ ദിനേശ് കാർത്തിക്കാണ് തേർഡ് അമ്പയറുടെ തീരുമാനത്തിലൂടെ ഔട്ട് അല്ലാതെ പോയിരിക്കുന്നത്. ആവേശ് ഖാന്റെ പന്തിൽ ദിനേശ് കാർത്തിക് LBWയിൽ കുരുങ്ങുകയായിരുന്നു. DK നേരിട്ട് ആദ്യത്തെ പന്ത് കൂടിയായിരുന്നു അത്. അമ്പയർ ഔട്ട് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്, കാർത്തിക് തന്നെ മനസ്സോടു കൂടിയാണ് റിവ്യൂ എടുക്കുന്നത്. റിവ്യൂ ചെയ്തപ്പോൾ പന്ത് ബാറ്റിൽ എന്ന് പറഞ്ഞ് ഔട്ട് നിഷേധിക്കുകയായിരുന്നു. പക്ഷേ അൾട്രാ എഡ്ജ് പരിശോധനയിൽ ബാറ്റ് പാഡിൽ തട്ടുമ്പോൾ വന്ന ശബ്ദമാണ് പന്ത് ബാറ്റിൽ കൊണ്ടതായി കണക്കാക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അത് RCBക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയായി മാറുകയായിരുന്നു. തുടർന്ന് ഔട്ട് നോട്ട് ഔട്ടായി വിധി വരികയും ചെയ്യുന്നു. ഏതായാലും ഇതിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതും കാണുന്നുണ്ട്. ഒരാളുടെ അഭിപ്രായം ഇങ്ങനെയാണ്: ബാറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ DK ഡയറക്റ്റ് റിവ്യൂ വിളിക്കുമായിരുന്നു. നോൺ സ്ട്രൈക്ക് എൻഡിൽ ചെന്ന് ആലോചിച്ചിട്ടാണ് റിവ്യൂ എടുക്കുക പോലും ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ശ്രീശാന്ത് പോലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് നിങ്ങളിവിടെ കാണുന്നത്. എന്തായാലും അദ്ദേഹം ട്വീറ്റ് വഴി ഇത് അറിയിക്കുകയായിരുന്നു. അങ്ങനെ പല മുൻനിര താരങ്ങളും ഇതിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. RCBയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തേർഡ് അമ്പയർ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണെന്ന് പോലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും IPLൽ അമ്പയർ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. RCB ഇന്നിംഗ്സിലെ 15ാമത്തെ ഓവറിലാണ് ഈ ഒരു ഗതി തന്നെ മാറ്റിയ സംഭവം ഉണ്ടാവുന്നത്. എന്തായാലും ജീവൻ കിട്ടിയ DK അവസാന ഓവറുകളിൽ തകർത്തടിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി 6 വിക്കറ്റ് നഷ്ടത്തിൽ 122ലേക്ക് വീഴുമായിരുന്ന RCBയെ 150 കടത്തുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കാൻ മാത്രമേ DKക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. 13 പന്തുകളിൽ 11 റൺസ് എടുത്തുകൊണ്ടാണ് 18ാമത്തെ ഓവറിൽ ദിനേശ് കാർത്തിക് പുറത്താവുന്നത്. ആവേശ് ഖാന്റെ പന്തിൽ കാർത്തികിനെ യശസ്വി ജയ്സ്വാൾ കയ്യിലൊതുക്കിക്കൊണ്ട് പുറത്താക്കുകയായിരുന്നു. എന്തായാലും എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോടുകൂടെ ഗുഡ് ബൈ.